മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ളതാണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ മോഡൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം, തീർച്ചയായിട്ടും കാണണം കേട്ടോ. എന്താണ്, ഫുള്ളായിട്ട് കാണണം, കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. നോക്കാം. वह दे सके आग, आग का क्या मतलब है? वह दे सके ആഗ്, ആഗ് എന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചത്. മത്ലബ്, മത്ലബ് എന്താണ്? ഊർജ, ഊർജ എന്നാണ് അതിന്റെ ആൻസർ കേട്ടോ. എന്താണ്? ഊർജ. पेड़ के लिए कविता में प्रयुक्त शब्द कौन सा है? പേട് എന്നതിന് വേണ്ടി കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ്? ദരഖ്ത്. ഏതാണ്? ദരഖ്ത്. പേട് ദുനിയാ കോ ക്യാ ക്യാ ദേ സക്താ ഹെ? പേടിന് ദുനിയാവിന് വേണ്ടി എന്തൊക്കെയാണ് നൽകാൻ സാധിക്കുന്നത്? പേട് ദുനിയാ കോ ഫൂൽ, ഫൽ, ലക്കടി और ഛായ ദേ സക്താ ഹെ. മരത്തിന് ദുനിയാവിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട് പൂക്കൾ, പഴങ്ങൾ, വിറക്, മരത്തടിയൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ ഛായ, ഛായ പറഞ്ഞാൽ തണല്, ഇതെല്ലാം നൽകാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. इस कविता से हमें क्या संदेश मिलता है? ഈ കവിതയിൽ നിന്നും നമുക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? ക്യാ സന്ദേശ്, എന്ത് സന്ദേശം, മിൽത്താഹേ ലഭിക്കുന്നു, കിട്ടുന്നു. ഈ കവിതയിൽ നിന്നും നമുക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? നോക്കാം. सूरज और पेड़ जिस प्रकार दुनिया को अपनी संपत्ति देते हैं, उसी प्रकार मनुष्य भी दूसरों की मदद करे. എന്താണ്? സൂരജ് ഔർ പേട്, സൂര്യനും മരവും എപ്രകാരമാണോ ദുനിയാക്കോ, ദുനിയാവിന്, അപ്നി സമ്പത്തി, സ്വന്തം സമ്പത്ത്, ദേത്തേഹെ നൽകുന്നത്, ഉസി പ്രകാർ അപ്രകാരം, മനുഷ്യബി മനുഷ്യനും, ദൂസരോങ്കി മദത് കരേ മറ്റുള്ളവരെ സഹായിക്കണം. മനസ്സിലായോ? അതാണ് ഈ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടിയ സന്ദേശം. സൂര്യനും മരവും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലെ? സൂര്യൻ പ്രകാശം തരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മരങ്ങൾ അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, തണല്, അതുപോലെ തന്നെ പൂക്കൾ, പഴങ്ങളൊക്കെ എല്ലാവർക്കും നൽകുന്നു. അതിന്റെ സമ്പത്ത് എല്ലാവർക്കും നൽകുന്നു. അതുപോലെ മനുഷ്യൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നാണ് നമുക്ക് ഈ കവിതയിൽ നിന്നും ലഭിച്ചിട്ടുള്ള സന്ദേശം. കോൻ അപ്പനെ ജൽ സേ പ്യാർ കർത്താ ഹെ? ആരാണ് സ്വന്തം ജലത്തിനെ സ്നേഹിക്കുന്നത്? ബാദൽ. ആരാണ്? ബാദൽ. കവിതാമേം കവി പ്രകൃതിക്ക് കിൻ കിൻ ചീസോം കെ ബാരേമേ കഹത്തെ ഹെ? ഇവിടെ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചീസോം എന്നാണ്, ഇവിടെ ഷ എന്നാണ്, പ്രിന്റ് ചെയ്യുമ്പോൾ മാറിപ്പോയതാണ്. ഇവിടെ സ എന്നാണ് കേട്ടോ, ചീസോം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് കേട്ടോ. ചീസോം കെ. കവിതാമേം കവി പ്രകൃതിക്ക് കിൻ കിൻ ചീസോം കെ ബാരേമേ കഹത്തെ ഹെ? കവിതയിൽ കവി പ്രകൃതിയിലുള്ള ഏതെല്ലാം വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്? സൂരജ് കി ആഗ്, പേട് കാ ഫൂൽ, ബാദൽ കാ പാനി. ഈ കവിതയിലൂടെ കവി പ്രകൃതിയിലെ എന്തെല്ലാം കാര്യങ്ങളെയാണ് പരിചയപ്പെടുത്തിയത് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെ വസ്തുക്കളെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന്. സൂരജ് കി ആഗ്, സൂര്യനെയും സൂര്യന്റെ വെളിച്ചത്തെയും. പേട് കാ ഫൂൽ, മരത്തിനെയും മരത്തിന്റെ പൂവിനെയും അല്ലെ? പേട് കാ ഫൂൽ, മരത്തിന്റെ പൂക്കൾ. ബാദൽ കാ പാനി, അതുപോലെ തന്നെ എന്താണ്? വെള്ളം, മേഘത്തിലെ വെള്ളത്തിനെയുമാണ് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്.
അടുത്തത് നോക്കാം. കവിതാക്ക ആശയ്, കവിതയുടെ ആശയമാണ്. കവിതയുടെ ആശയം എഴുതാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കും. വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് എഴുതിയതാണിത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് കുറഞ്ഞ വരികളിൽ എഴുതിയതാണ് ഈ ആശയം. ഓക്കെ, 4 മാർക്കാണ് നിങ്ങൾക്ക് ആശയം എഴുതിയാൽ ഉണ്ടാവുന്നത്. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുന്നതാണ്. കവിതാക്ക ആശയ്, കവിതയുടെ ആശയം. ഗുദ് സേ പ്യാർ കവിത, ഗുദ് എന്നാണ് കേട്ടോ, അത് ദ്രാന്നൊക്കെ ആയിട്ടുണ്ട്. ഗുദ് ദ, ഗുദ് എഴുതാൻ അറിയാലോ. ഈ എന്താണ് പറയാ, ഈ എഴുതിയതിൽ ഇപ്പുറത്തേക്കുള്ള വര ശ്രദ്ധിക്കണം കേട്ടോ, അത് ഇല്ലാത്തതാണ്. ഗുദ് സേ പ്യാർ കവിത കാ കവി ശോഭനാഥ് യാദവ് ഹേ. ഗുദ് സേ പ്യാർ എന്ന കവിതയിലെ കവി ശോഭനാഥ് യാദവ് ആണ്. सूरज अपनी ऊर्जा, पेड़ अपने फूल और मेघ अपना जल देकर दुनिया में जीवन के आधार बनते हैं. इस प्रकार हम भी खुद से प्यार करें और अपनी चीजों दूसरों को प्रदान करें. അതായത് ഗുദ് സേ പ്യാർ കവിത എഴുതിയ കവി ശോഭനാഥ് യാദവ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ശോഭനാഥ് യാദവ് എന്ന് എഴുതിയത്, നോക്കി പഠിക്കണം. ഇവിടെ ഷ എന്നത് രാ പോലെ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. ശോഭനാഥ് യാദവ് ഹേ. സൂരജ് അപ്പനി ഊർജ, പേട് അപ്പനെ ഫൂൽ. സൂര്യൻ തൻ്റെ ഊർജം, പ്രകാശം, ഊർജം. അതുപോലെ തന്നെ പേട് മരം തൻ്റെ പൂക്കൾ. അതുപോലെ തന്നെ മേഘം തൻ്റെ ജലം. ഇതെല്ലാം നൽകിക്കൊണ്ട് ജീവൻ കെ ആധാർ ബനത്തെ ഹൈ, ദുനിയാമേ ജീവൻ കെ ആധാർ ബനത്തെ ഹൈ, ഈ ലോകത്തിലെ ജീവന്റെ അടിസ്ഥാനമാകുന്നു. ഇസ് പ്രകാർ ഹം ബി ഖുദ് സേ പ്യാർ കരേ, ഈ പ്രകാരം നമ്മളും സ്വയം സ്നേഹിക്കണം. और अपनी चीजों दूसरों को प्रदान करें, എന്നിട്ട് നമ്മുടെ വസ്തുക്കളൊക്കെ നമ്മൾ മറ്റുള്ളവർക്കും പ്രദാനം ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രയാസമാണ്. അപ്പൊ കിത്തനി, കോൻ, കഹാം, കെയ്സെ, കിസ്കോ, ക്യോം, കബ്, ക്യാ, കിൻ കിൻ, ഇതൊക്കെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കിത്തനി എന്ന് പറഞ്ഞാല് എത്ര, കിത്തനി എത്ര. കോൻ ആര്, കോൻ ആര്. കിത്തനി പറഞ്ഞാൽ എത്ര, കിത്തനി എത്ര. കോൻ ആര്. കഹാം എവിടെ, കഹാം എവിടെ. കെയ്സെ എങ്ങനെ, കെയ്സെ എങ്ങനെ. കിസ്കോ ആർക്ക്, കിസ്കോ ആർക്ക്. ക്യോം എന്തുകൊണ്ട്, ക്യോം എന്തുകൊണ്ട്. കബ് എപ്പോൾ, കബ് എപ്പോൾ. ക്യാ എന്ത്, ക്യാ എന്ത്. കിൻ കിൻ എന്തെല്ലാം. മനസ്സിലായോ? അത്രയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ മീനിങ് കിട്ടും. അതിന്റെ ആൻസർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. കിത്തനി എത്ര, കോൻ ആര്, കഹാം എവിടെ, കെയ്സെ എങ്ങനെ, കിസ്കോ ആർക്ക്, ക്യോം എന്തുകൊണ്ട്, കബ് എപ്പോൾ, ക്യാ എന്ത്, കിൻ കിൻ എന്തെല്ലാം. മനസ്സിലായില്ലേ? എത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ മോഡൽ. ആ ക്വസ്റ്റ്യൻ മോഡൽ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരുന്നതാണ്. നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും കാണാം. നിങ്ങൾക്ക് നാളെ മറ്റന്നാളെ ഹിന്ദി എക്സാം ആയില്ലേ? അപ്പൊ ഹിന്ദി എക്സാമിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പഠിക്കാം. कैसे